ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ നാളായി ഗൈസ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചാനൽ നല്ലപോലെ ഡള്ളായിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് ഇപ്പോൾ കാർ തന്നെ ഓടിക്കണു. ഒന്ന് മാറ്റി പിടിക്കാനാണ് ഗൈസ് ഡ്രൈവിങ്. നമ്മളിന്ന് ബൈക്കാണ് എടുത്ത് ഓടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാട്ടിത്തരാം കേട്ടോ ഗൈസ്. എന്താണ് പറയണേക്കും അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും കൂടെ നാടിച്ച് ഓടിച്ചോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിൻ ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ടുണ്ട് ഗൈസ്, ആരും ഓടിക്കാണ്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. കാരണം നമുക്ക് കുറേ ആൾക്ക് റൈസ് നടത്താം ഗൈസ്. റോട്ടിലിറങ്ങിയിട്ട് 3 കാറിനെ വെട്ടിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് നമ്മൾ പെടുക കേസ്. എങ്ങനെ അപ്പുറത്തുനിന്നെങ്ങാനും വണ്ടി എന്നാൽ നമ്മുടെ കഥ കഴിയും. നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ കേസ് നമ്മൾ ഒരു വളവ് കഴിഞ്ഞിരിക്കുന്നു. ട്രെയിൻ കടക്കണോടത്തേക്ക് എത്തണം കേട്ടോ കേസ്. അത് കാണണമെങ്കിൽ നമ്മുടെ പണ്ടത്തെ വീടാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേസ് നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളും മാറ്റിയ കാര്യം ഞാൻ പറയാൻ മറന്നു കേസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് മാറ്റിയെന്ന് ഗൈസ്. അങ്ങനെ എല്ലാ വണ്ടിയിലും വെട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ പെട്രോൾ അടിക്കാനാണ് പോകുന്നത്. കാര്യം ഈ പെട്രോൾ വെച്ചിട്ട് നമുക്ക് അത്ര ദൂരം പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പെട്രോൾ പമ്പൊക്കെ എത്തിയിട്ട് കുറേ നേരമായി ഗൈസ്, ഞാൻ പറയാൻ മറന്നു. പെട്രോൾ പമ്പിൽ ഇതാണ് ഗൈസ് പെട്രോൾ അടിക്കുന്ന കാലം. ഇവിടേക്ക് എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാശ് കൊടുക്കാം ഗൈസ്. പെട്രോൾ നമ്മൾ 120 രൂപയ്ക്കാണ് അടിക്കുന്നത്. നമ്മൾ 120 രൂപ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് പോവാം. അതാണ് കേസ് നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലം. കണ്ട കേസ് ട്രെയിൻ കിടക്കുന്നില്ല. ആരാണ് കേസ് അത് ഓടിച്ചു കൊണ്ടുപോയത്? നമ്മളൊന്നും അറിയാണ്ട് ആരാണ് കേസ് ഗെയിമിൻ്റെ ഉള്ളിൽ വന്നത്? അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൂടെ ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് ഗൈസ്. അവിടെ ട്രെയിനാന്ന് തോന്നുന്നുണ്ട്, വരുന്നുണ്ട് എന്തോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പോയി നോക്കിയപ്പോൾ അത് ട്രെയിൻ തന്നെയാണ്. എന്തായാലും ആ ട്രെയിൻ അവിടേക്ക് എത്തട്ടെ. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു പറ്റത്തില്ലാന്ന്. കയറി നല്ല ഹൈയിലാണ് ട്രെയിനിൻ്റെ ബോഗിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഗൈസ് അങ്ങനെ ട്രെയിൻ അവിടെ എത്താറായിട്ടുണ്ട്. നമുക്കൊന്ന് കയറാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. കയറാൻ പറ്റിയില്ലെങ്കിലും അടിയിൽ പോയി ചത്തില്ല ഗൈസ്. ഗൈസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് പടിയുടെ മുകളിലേക്കൊന്ന് കയറണം. അതിന് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അതും പറ്റിയില്ല ഗൈസ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്കൊന്ന് ചാടാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ബൈക്കിൽ നോക്കാം ഗൈസ്, ചാടാൻ പറ്റുമോ. അങ്ങനെ ബൈക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ബൈക്ക് നല്ല പൊന്തിയിട്ടൊക്കെയാണ് ഫ്രണ്ട് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ചാടാൻ പറ്റുമോ നോക്കാം. ഗൈസ് പറ്റുന്നില്ല ഗൈസ്. ആകെ പെട്ടിട്ടായിരിക്കുന്നേ ഗൈസ്. ഇനി ഇറങ്ങി നോക്കാം വണ്ടി നേരെയാവുമെന്ന്. അതും നടക്കുന്നില്ല ഗൈസ്. നിങ്ങൾ ഈ വണ്ടിയുടെ ടയർ കണ്ടില്ലേ, സീനല്ല വണ്ടി. ഒന്നും കൂടി നോക്കി നോക്കാം ഗൈസ്. അങ്ങനെ വണ്ടി ചെറുതായിട്ട് നീട്ടിട്ടുണ്ട്, പറ്റുന്നില്ല ഗൈസ്. വീണ്ടും ഞാൻ ശ്രമിച്ചു നോക്കി. ട്രെയിനിൻ്റെ മുകളിലേക്ക് ചാടാൻ പറ്റൂല ഗൈസ്. നമ്മളെ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. ബൈ ബൈ ഓൾ ഓഫ് യു.